ഞാൻ നിഷ. 2021 കേരള സെറ്റ് ഫിസിക്സ് ക്ലിയർ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പഠന രീതികൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക എന്ന വലിയൊരു പദവിയിലേക്കുള്ള യോഗ്യതാ പരീക്ഷയാണ് സെറ്റ്. അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. വളരെ ആഴത്തിലും സമയമെടുത്തും പഠിക്കേണ്ട ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ 6 മാസം മുൻപ് തന്നെ ഞാൻ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ സിലബസ് അനാലിസിസ് ആണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഉൾപ്പെടുന്ന പേപ്പർ 1ഉം സബ്ജക്റ്റ് ഉൾപ്പെടുന്ന പേപ്പർ 2ഉം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ 2 പേപ്പറിനും സെപ്പറേറ്റ് ആയിട്ട് ക്വാളിഫയിങ് മാർക്സ് ഉണ്ടെന്നും ഈ 2 പേപ്പറിൻ്റെയും അഗ്രിഗേറ്റ് മാർക്സ് എക്സാം പാസ്സാവുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എക്സാമിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2011 മുതലുള്ള PYQ ഞാൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്സിൻ്റെ വീതം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന സബ്ജക്റ്റ് ഏരിയ ഏതാണെന്നും ഞാൻ മനസ്സിലാക്കി. മാറി വരുന്ന എക്സാം പാറ്റേണുകളെ കുറിച്ചും എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവലിനെ കുറിച്ചും മനസ്സിലാക്കാൻ എനിക്ക് ഈ PYQ അനാലിസിസിലൂടെ സാധിച്ചു. വളരെ ട്രിക്കി ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ക്ലാസിക്കൽ മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, ഇലക്ട്രോഡൈനാമിക്സ് എന്നീ മൊഡ്യൂളുകളിലെ കോൺസെപ്റ്റ്സ് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും നോട്ട്സ് തയ്യാറാക്കുകയും PYQ അനലൈസ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ 2 മൊഡ്യൂളുകളായിരുന്നു മാത്തമാറ്റിക്കൽ ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും. ഈ മൊഡ്യൂളുകളിലെ കോൺസെപ്റ്റ്സ് ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ PYQ അനലൈസ് ചെയ്യുകയും ഇതോടൊപ്പം തന്നെ പ്രോബ്ലംസ് ഞാൻ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. സബ്ജക്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ഫിലോസഫി, സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവ ഉൾപ്പെടുന്ന ജനറൽ പേപ്പറും ഞാൻ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് വായിക്കുവാനും അത് ഓർക്കുവാനും ഓരോ വീക്കിൻ്റെയും അവസാനം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിനും റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും എക്സാമിനോടടുത്തപ്പോൾ മോഡൽ എക്സാം പാറ്റേണിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിനും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സിലബസിനെ കുറിച്ചുള്ള വ്യക്തമായ അണ്ടർസ്റ്റാൻഡിങ്, എക്സാം പാറ്റേണിനെ കുറിച്ചുള്ള അറിവ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള അറിവ്, PYQ അനാലിസിസ്, റിവിഷൻ എക്സാം, മോഡൽ എക്സാം ഇവയെല്ലാം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നവയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആഗ്രഹിച്ചതുപോലെ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനും സാധിച്ചു. ചിട്ടയായ പഠനത്തിലൂടെ നിങ്ങൾക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ആഗ്രഹമില്ലേ? ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് കൂടെ. ZZ നിങ്ങൾക്കായി ഒരു ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സെറ്റ് അസ്ത്ര 3.0. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സസും മെന്റർഷിപ്പ് സപ്പോർട്ടുമാണ്. ജനറൽ പേപ്പർ ഉൾപ്പെടെ 12 സബ്ജക്റ്റുകൾക്ക് ഞങ്ങൾ ഇവിടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ലോങ് ടൈം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനായി ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.